നമസ്കാരം. ഉച്ചാരണശുദ്ധി ചൂണ്ടിക്കാട്ടി ഇന്ത്യക്കാരനായ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഒഴിഞ്ഞുമാറിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ അമേരിക്കയിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ചോദ്യത്തിന് ഇന്ത്യൻ ഉച്ചാരണശുദ്ധി ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് ചോദ്യം തനിക്ക് മനസ്സിലായിട്ടില്ലെന്നും വ്യക്തമാക്കിയാണ് ഒഴിഞ്ഞുമാറിയത്. 2 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വേദി പങ്കിട്ടപ്പോഴായിരുന്നു ട്രംപിന്റെ പ്രതികരണം നടന്നത്. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ പറ്റി ആദ്യം ചോദിച്ചപ്പോൾ കുറച്ചുകൂടി ഉച്ചത്തിൽ ചോദിക്കൂ എന്ന് ട്രംപ് പറഞ്ഞു. മാധ്യമപ്രവർത്തകൻ രണ്ടാമത് സമാന ചോദ്യം ഉയർത്തിയപ്പോഴാണ് ഇംഗ്ലീഷ് ഉച്ചാരണം ശരിയല്ലാത്തതിനാൽ തന്നെ ചോദ്യം തനിക്ക് മനസ്സിലായില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയത്. മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിലെ ഒരു വാക്കുപോലും തനിക്ക് മനസ്സിലായില്ലേ എന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. ഉച്ചാരണ പിശക് ചൂണ്ടിക്കാട്ടി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ ട്രംപ് ഒഴിഞ്ഞു മാറിയത് ഇതാദ്യമായി തന്നെയല്ല. കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനത്തിലും സമാന സംഭവം അരങ്ങേറി. നിങ്ങൾ മനോഹരമായ ശബ്ദവും ശുദ്ധമായ ഉച്ചാരണവുമുണ്ട്. പ്രശ്നം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന ഒരു വാക്കുപോലും എനിക്ക് മനസ്സിലാകുന്നില്ല. അഫ്ഗാനിസ്ഥാൻ റിപ്പോർട്ടറോട് ട്രംപ് പ്രതികരിച്ചത് ഇത്തരത്തിലാണ്. ഇന്ത്യയുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴി ആരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ പ്രസ്താവനയിലാണ് ഈ പ്രഖ്യാപനം. US-ന് ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ട്രംപ് ഭരണകൂടം തന്നെ പരസ്പരം നികുതി, അതായത് റെസിപ്രോക്കൽ താരിഫ് ചുമത്തുമെന്ന് പ്രഖ്യാപനമുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാടുകടത്തും എന്നിവയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിലായിരുന്നു സുപ്രധാന കൂടിക്കാഴ്ച. എന്നാൽ ഇതൊന്നും തന്നെ ട്രംപ് മോദി ചർച്ചകളെ ബാധിച്ചിട്ടില്ല. അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കുമെന്ന് ട്രംപ് നിലപാടെടുത്തു. സൈനിക വ്യാപാരം വർദ്ധിപ്പിക്കുമെന്നും F-35 അടക്കമുള്ള വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകുമെന്നും ഇന്ത്യയിൽ US-ഉം തമ്മിലുള്ള മികച്ച വ്യാപാരവും ബന്ധവും കരാറുകളും പ്രതീക്ഷിക്കുന്നു. ട്രംപ് പറഞ്ഞത് ഇങ്ങനെയാണ്. മോദിയുടെ പ്രവർത്തനങ്ങളെ ട്രംപ് അഭിനന്ദിച്ചു. താനും മോദിയും ഉറ്റ സുഹൃത്തുക്കളാണെന്നും കഴിഞ്ഞ 4 വർഷവും സൗഹൃദം നിലനിർത്തിയതും ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞു. 2030 ആകുമ്പോഴേക്കും ഇന്ത്യ US വ്യാപാരം ഇരട്ടിപ്പിച്ച് $500 ബില്യൺ എത്തിക്കുമെന്നും നടപടികൾ ആരംഭിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യ US പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ട്രംപുമായി യോജിച്ച് പ്രവർത്തിച്ച് ഇന്ത്യ US ബന്ധം ശക്തിപ്പെടുത്തുമെന്നും ആദ്യഘട്ടത്തെക്കാൾ വേഗത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പറഞ്ഞു. ഇരു രാജ്യങ്ങളും ഒന്നിച്ച് വികസനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കും. US-ഉം ഇന്ത്യയും സംയുക്തമായി ഭീകരവാദത്തെ നേരിടും. ബോസ്റ്റണിലെ തന്നെ ഇന്ത്യ കോൺഗ്രസ് കോൺസുലേറ്റ് തുടങ്ങും. മോദി പറഞ്ഞതാണ്. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയെ ഇന്ത്യക്ക് കൈമാറുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. വൈറ്റ് ഹൌസിലായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച. വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരും പ്രധാനമന്ത്രി മോദിക്കൊപ്പം ഉണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപ് വീണ്ടും US പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ഇരുവരും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ച കൂടിയാണിത്. ഇരു രാജ്യങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് മുന്നേറുമെന്നും ഇന്ത്യയും അമേരിക്കയും ഇരട്ടി വേഗത്തിൽ ഒരുമിച്ച് മുന്നേറി നീങ്ങുമെന്നും മോദി പറഞ്ഞു.